7 റുപ്യ. 7 റുപ്യ ഇത് അത്രേ ഉള്ളൂ. ശമ്പളം എത്രയാ? ശമ്പളം 20 റുപ്യ. അച്ഛന് അല്ലേ? അല്ല, സ്വത്ത് എന്തൊക്കെയാ കണ്ടതെന്ന് നിങ്ങൾ പറയും. അമ്മ വരുമ്പോഴേ സ്വത്ത് ഒരു പാന, ഒരു കലം, ഒരു പിന്നെ കയ്യില് ഒരു ഉണ്ണാനുള്ള ഒരു 2 പ്ലേറ്റ്. 2 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ദർ ഈസ് എക്സ്ട്രാ. പിന്നെ ഒരു മണ്ണ് കുളം വെള്ളം എടുക്കാൻ ഒഴിച്ചു വെക്കാൻ വെള്ളം, ഒരു പാനി വെള്ളം ഒഴിച്ചു വെക്കാൻ ഒരു ജാർ. പിന്നെ അത്ര ഇതുകൊണ്ട് പിന്നെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ചൂല്, ഒരു ചൂല്, പിന്നെ ഒരു ചൂലും പറഞ്ഞല്ലോ നിങ്ങൾ. 2 ചൂല്, ഒരു ചൂല്. വാട്ട് ഇറ്റ് ഈസ് മൂവബിൾ പ്രോപ്പർട്ടി. ഇത് അത്ര ഉണ്ടായിരുന്നു റൂം. ആ റൂമില് ഒരു ഭാഗത്ത് അടുപ്പ്, അവിടെ തന്നെ വെച്ച് ഇവിടെ തന്നെ കിടക്കും. പക്ഷെ ബാത്റൂം തന്നെ പുറത്ത്. അതെവിടെ? ഇവിടെ ഗാന്ധി ഇതില്ലേ, രത്നപുരിയുടെ അടുത്ത്, 12th സ്ട്രീറ്റ് രത്നപുരി അവിടെ അല്ലേ? ടാറ്റാബാദ. ഒക്കെ നടന്നു പോലാണ്. ഒക്കെ അവിടുന്ന് നടക്കും. ജോലി അവിടെ 3 കമ്പം അല്ലേ? ലോകമാന്യ റോഡ്, സമന്ത റോഡ്, ആർഎസ്പുരം, ഇവിടുന്ന് അതുവരെ നടക്കും. അച്ഛ സൈക്കിള് പോയി ഒരു 6 കിലോമീറ്റർ ഉണ്ടോ? ഒരാഴ്ചക്ക് ഒരിക്കലേ വരുള്ളൂ. അവിടെ തന്നെ താമസിക്കും. അല്ല, അമ്മ അപ്പ അവിടെ ആ കുടില് അത് ഓലപ്പരയല്ലായിരുന്നോ? ഓടുപരയാ? ഓലപ്പര. അതിൽ അമ്മ അപ്പൊ തനിയെ കിടക്കുവോ? കിടക്കാല്ലേ? ഏത് അച്ഛമ്മയ്ക്ക് എത്ര വയസ്സാണെന്നറിയാം? 22 ആദ്യമൊക്കെ ഒരാഴ്ച വന്നായിരുന്നു, പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കലും വരാൻ തുടങ്ങി. അതായത് മുത്തശ്ശൻ അവിടെ കിടക്കും, പണിയെടുക്കുന്നവിടെ തന്നെ. ആർഎസ്പുരത്ത് എവിടെയല്ലേ? അല്ലല്ല, അന്ന് പശുവണ്ണം കോയില്. പശുവണ്ണം കോയിൽ സമന്ത റോഡ്, ലോകമാന്യ റോഡ്. അവിടെയാണോ? സമന്ത റോഡിലായിരുന്നു. ശരി ശരി. അവിടെ ഒരു മുതലാളിക്ക് കുക്കായിട്ടോ? ആള് നന്നായി പാചകം വയ്ക്കുവോ? അങ്ങനെയൊക്കെ നോക്കി കുക്കായിട്ടുണ്ട്. പക്ഷേ അന്ന് മില്ലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അമ്മയെ വന്നിട്ട് രാമട്ടി മാമയാണ് കൂട്ടിയിട്ട് വന്നത് ഇവിടെ അല്ലേ? ഒരു ദിവസം വന്നിട്ട് പിന്നെ ഒരിക്കലും നാട്ടിൽ പോയിട്ട് വന്നിട്ട് രാമട്ടി മാമ കൂടെ വന്നിട്ട് പോയി നോക്കാൻ പോയപ്പോൾ എന്താ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ചേച്ചി നമ്മൾക്ക് പറ്റിയിട്ട പണി എന്താ ചോദിച്ചാൽ ആൾക്ക് വെപ്പാണ് പണി. ഇനിയിപ്പോൾ കാര്യം കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യണം? അങ്ങനെയൊക്കെ എങ്ങനെയായാലും വിധി എങ്ങനെ വെച്ചാൽ അങ്ങനെയല്ലേ നടക്കും. അല്ലെങ്കിലും സ്ത്രീകള് ഇതേപോലെയാണ്. വിധി എങ്ങനെയാണോ അങ്ങനെയെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. ഇത്രയ്ക്കും അമ്മയുടെ കപ്പാസിറ്റിക്ക് അത് ഭയങ്കര തന്നെ. എന്നാലും ആ സമയത്ത് അമ്മ നോക്ക്, ഫ്രഷായിട്ട് അവിടെ നിന്ന് വന്ന ആള് തമിഴ്നാട്ടിൽ ഒന്നും ആരെയും അറിയില്ല. ഇതേപോലെ ഒരു കുടിലില് ആള് തനിയിരിക്കുക, ഒരാഴ്ച ശരിക്കും അവിടെ ഇവിടെ നിന്ന് സൈക്കിളിൽ വരുന്ന ദൂരമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ ആള് ഇങ്ങനെ ആഴ്ചക്കൊരിക്കൽ വരുന്നത്? ആളൊക്കെ അവിടെ വലിയ ഇതല്ലേ, വിളിച്ചപ്പോഴേക്കും അവിടെ ആള് പോകണം. അപ്പോൾ ഒരാഴ്ചക്ക് ഒരാഴ്ച വരുള്ളൂ. അവിടെ ഭയങ്കര പാതിരാത്രിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കാൻ വിളിച്ചാകുമ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ പറ്റും.